ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തെർമോസ്റ്റാറ്റ്, ടൈമർ, ഡീഫ്രോസ്റ്റ് ഹീറ്റേഴ്സ്, ബൈമെറ്റൽ എയർ ലൂവേഴ്സ് തുടങ്ങിയ ഇലക്ട്രിക്കൽ ആക്സസറികളുടെയും മറ്റ് സിസ്റ്റം കോമ്പനന്റുകളുടെയും ഫോൾട്ട് ഫൈൻഡിങ്ങും ടെസ്റ്റിങ്ങും എങ്ങനെ ചെക്ക് ചെയ്യും എന്നാണ്. ലക്ഷ്യങ്ങൾ: ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇതിനെല്ലാം പ്രാപ്തരാകും. ടൈമർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഡീഫ്രോസ്റ്റ് ഹീറ്റർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, PTC റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഓവർലോഡ് പ്രൊട്ടക്ടർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഇവാപറേറ്റർ ഫാൻ മോട്ടോർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റ്, ടൈമർ, ഡീഫ്രോസ്റ്റ് ഹീറ്റേഴ്സ്, ബൈമെറ്റൽ എയർ ലൂവേഴ്സ് തുടങ്ങിയ ഇലക്ട്രിക്കൽ ആക്സസറികളുടെയും മറ്റ് സിസ്റ്റം കോമ്പനന്റുകളുടെയും ഫോൾട്ട് ഫൈൻഡിങ്ങിനും ടെസ്റ്റിങ്ങിനും ചെക്കിങ്ങിനും ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും: ക്ലാമ്പ് മീറ്റർ അല്ലെങ്കിൽ ടോങ് ടെസ്റ്റർ, ലൈൻ ടെസ്റ്റർ 500 വോൾട്ട്സ്, കട്ടിംഗ് പ്ലെയർ ലെങ്ത് 200 മില്ലിമീറ്റേഴ്സ്, നോസ് പ്ലെയർ ലെങ്ത് 150 മില്ലിമീറ്റേഴ്സ്, സ്ക്രൂ ഡ്രൈവർ സെറ്റ്, മൾട്ടി സ്ട്രാൻഡ് വയർ 5 meters per 1 square millimeter, ബൾബ് ഹോൾഡർ, ഇലക്ട്രിക്കൽ ടെസ്റ്റ് ബോർഡ്, ഡ്രൈ ഐസ്, ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റ്, ടൈമർ, ഡീഫ്രോസ്റ്റ് ഹീറ്റേഴ്സ്, ബൈമെറ്റൽ എയർ ലൂവേഴ്സ് തുടങ്ങിയ ഇലക്ട്രിക്കൽ പാർട്സിന്റെയും മറ്റ് സിസ്റ്റം കോമ്പനന്റുകളുടെയും ഫോൾട്ട് കണ്ടെത്താനും ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1: ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലെ ബൈമെറ്റൽ തെർമോ ചെക്കിങ്ങും ടെസ്റ്റിങ്ങും. നൽകിയിരിക്കുന്ന ഡയഗ്രം അനുസരിച്ച് ടെസ്റ്റ് ലാമ്പ് സെറ്റ് ചെയ്യുക. റെഫ്രിജറേറ്ററിലെ ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ഐഡന്റിഫൈ ചെയ്യുക. സാധാരണയായി ഇവാപറേറ്റർ കോയിലുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഫ്രീസർ കമ്പാർട്ട്മെന്റിലോ ആയിരിക്കും സ്ഥിതി ചെയ്യുക. തെർമോസ്റ്റാറ്റിലേക്ക് ആക്സസ് കിട്ടുന്നതിന് ആവശ്യമായ കവറുകളും പാനലുകളും നീക്കം ചെയ്യുക. സാധ്യമാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറുകൾ അൺസ്ക്രൂ ചെയ്ത് റിമൂവ് ചെയ്യുക. ഓമിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനായി ക്ലാമ്പ് മീറ്റർ സെറ്റ് ചെയ്യുക. റെസിസ്റ്റൻസ് മെഷറിംഗിനായി ക്ലാമ്പ് മീറ്റർ ശരിയായി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സാധാരണയായി കിലോ ഓം ആയിരിക്കും. ക്ലാമ്പ് മീറ്റർ പ്രോബുകൾ തെർമോസ്റ്റാറ്റിന്റെ ടെർമിനലുകളിൽ പ്ലേസ് ചെയ്യുക. ബൈമെറ്റലിന്റെ പോയിന്റ് എയ്ക്കും ബിക്കും ഇടയിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ടെസ്റ്റ് ലാമ്പിന്റെ ബൾബ് കത്തുന്നില്ലെങ്കിൽ ബൈമെറ്റൽ തെർമോ ശരിയായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ബൈമെറ്റൽ തെർമോ ഡ്രൈ ഐസിൽ 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റിനു ശേഷം പോയിന്റ് എയുടെയും ബിയുടെയും ഇടയിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ടെസ്റ്റ് ലാമ്പ് ബൾബ് കത്തുന്നുണ്ടെങ്കിൽ ബൈമെറ്റൽ തെർമോ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട്. ടാസ്ക് 2: ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലെ ഡീഫ്രോസ്റ്റ് ഹീറ്ററിന്റെ ചെക്കിങ്ങും ടെസ്റ്റിങ്ങും. ഡീഫ്രോസ്റ്റ് ഹീറ്ററിന് വേണ്ടിയുള്ള മാനുഫാക്ചർ സ്പെസിഫിക്കേഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു ടേബിൾ ഉണ്ടാക്കുക. സാധാരണയായി ഫ്രീസർ കമ്പാർട്ട്മെന്റിന്റെ റിയർ പാനലിന് പുറകിലായി ഉണ്ടാകാറുള്ള ഡീഫ്രോസ്റ്റ് ഹീറ്ററുകൾ കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ഒരു കോയിൽഡ് വയറായോ അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബായോ കാണപ്പെട്ടേക്കാം. ഡീഫ്രോസ്റ്റ് ഹീറ്ററിൽ ബേൺസുകളോ ബ്രേക്കുകളോ ഡിസ്കളറേഷനോ പോലുള്ള എന്തെങ്കിലും ഡാമേജിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഡീഫ്രോസ്റ്റ് ഹീറ്റർ ഫംഗ്ഷനിംഗ് ആണോ എന്നറിയാൻ റെസിസ്റ്റൻസിൽ ക്ലാമ്പ് മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓം സെറ്റിംഗ് ചെയ്തിട്ട് ഹീറ്റർ എലിമെന്റിന്റെ ഓരോ എൻഡിലും ക്ലാമ്പ് മീറ്റർ പ്രോബുകൾ വെച്ചുകൊണ്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്തുക. ക്ലാമ്പ് മീറ്റർ പോയിന്റ്സ് എയ്ക്കും ബിക്കും ഇടയിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. നീഡിൽ ഡിഫ്ലക്റ്റ് ആയാൽ ഹീറ്റിംഗിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ഹീറ്ററിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട്
ടേബിളിൽ രേഖപ്പെടുത്തുക. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 220 വോൾട്ട്സ് AC ആണെങ്കിൽ തന്നിരിക്കുന്ന ഡയഗ്രത്തിലേതുപോലെ 2 മിനിറ്റ് പവർ സോഴ്സ് കണക്ട് ചെയ്യുക. അതിനുശേഷം പവർ സോഴ്സ് ഡിസ്കണക്ട് ചെയ്യുക. ഹീറ്ററിൽ നിങ്ങളുടെ കൈകൊണ്ട് ടച്ച് ചെയ്തിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റർ ശരിയായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു റെഫ്രിജറേറ്ററിലെ തെർമോസ്റ്റാറ്റ്, ടൈമർ, ഡീഫ്രോസ്റ്റ് ഹീറ്റേഴ്സ്, ബൈമെറ്റൽ എയർ ലൂവേഴ്സ് എന്നിവ ഉൾപ്പെടെ വിവിധ ഇലക്ട്രിക്കൽ ആക്സസറികളുടെയും കൂടാതെ മറ്റ് സിസ്റ്റം കോമ്പനന്റുകളുടെയും ചെക്കിങ്ങും വോൾട്ട് ഫൈൻഡിങ്ങും ടെസ്റ്റിംഗും ചെയ്യുന്ന പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 4. ഒരു റെഫ്രിജറേറ്ററിന്റെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് PTC റിലേ ചെക്കിങ്ങും ടെസ്റ്റിംഗും. സാധാരണയായി കംപ്രസറിനടുത്തായി കാണപ്പെടുന്ന PTC റിലേ കണ്ടുപിടിക്കുക. മിക്കവാറും അതൊരു പ്ലാസ്റ്റിക്കോ മെറ്റൽ ഹൗസിങ്ങോ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. PTC റിലേയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഹൗസിങ്ങോ അല്ലെങ്കിൽ കവറോ ശ്രദ്ധാപൂർവം റിമൂവ് ചെയ്യുക. റിലേയും വയറിങ്ങും സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഒരു വിഷ്വൽ എക്സാമിനേഷൻ നടത്തുക. റിലേയിലും കണക്ടേഴ്സിലും അല്ലെങ്കിൽ വയറുകളിലും കത്തിയതിന്റെയോ ഡാമേജ് ആയതിന്റെയോ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡാമേജ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം സൂചിപ്പിക്കുന്നു. ടെർമിനലുകളിലെ റിലേ പിൻ ഐഡന്റിഫൈ ചെയ്യുക. സാധാരണയായി 3 എണ്ണം ഉണ്ട്. A എന്ന് അടയാളപ്പെടുത്തിയ റണ്ണിംഗ് ടെർമിനൽ, B എന്ന് അടയാളപ്പെടുത്തിയ സ്റ്റാർട്ടിംഗ് ടെർമിനലും C എന്ന് അടയാളപ്പെടുത്തിയ കോമൺ ടെർമിനലും. കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സെറ്റിംഗിലേക്ക് നിങ്ങളുടെ ക്ലാം മീറ്റർ സെറ്റ് ചെയ്യുക. റിലേയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. ക്ലാം മീറ്റർ ഉപയോഗിച്ച് സിയുടെയും എയുടെയും ഇടയിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഓക്കെയാണ്. മെയിൻ വൈൻഡിങ്ങിനോട് എ ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബി ടെർമിനൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സിയുടെയും ബിയുടെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. റെസിസ്റ്റൻസ് ഏകദേശം 30 ഓംസ് ആയിരിക്കണം. റിലേ FHP കംപ്രസറുമായി കണക്ട് ചെയ്യുക. കംപ്രസർ 5 മിനിറ്റ് പ്രവർത്തിപ്പിക്കുക. പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിട്ട് സിക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. റെസിസ്റ്റൻസ് ഏകദേശം 30 ഓംസ് ആയിരിക്കണം. ടാസ്ക് 5. ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെ ചെക്കിങ്ങും ടെസ്റ്റിംഗും. ഓവർലോഡ് പ്രൊട്ടക്ടർ കണ്ടുപിടിക്കുക. സാധാരണ അത് കംപ്രസറിന്റെ സൈഡിലോ അടുത്തോ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ കവറിനുള്ളിലായിരിക്കും ഉള്ളത്. ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെ പ്രൊട്ടക്ഷൻ കവറോ ഹൗസിങ്ങോ റിമൂവ് ചെയ്യുക. കോമ്പനന്റുകളും വയറിങ്ങും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇന്റേണൽ ഡാമേജിന്റെ ലക്ഷണങ്ങളായ ബേൺസോ ഡിസ്കളറേഷനോ അല്ലെങ്കിൽ ലാറ്റിംഗ് സൗണ്ടോ തുടങ്ങിയ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഓവർലോഡ് പ്രൊട്ടക്ടറിൽ നിന്നും കംപ്രസർ ടെർമിനലുകളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറുകൾ ശ്രദ്ധാപൂർവം ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലാം മീറ്റർ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സെറ്റിംഗിലേക്ക് സെറ്റ് ചെയ്യുക. ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെ ഓരോ ടെർമിനലിലേക്കും ഒരു പ്രോപ്പ് വയ്ക്കുക. ടെർമിനലുകൾ 1ന്റെയും 2ന്റെയും 3ന്റെയും ഇടയിലുള്ള കണ്ടിന്യൂറ്റി ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. ബൾബ് കത്തുന്നുണ്ടെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ടർ OLP ശരിയായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ടാസ്ക് 6. ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലെ ഇവോപ്പറേറ്റർ ഫാനിന്റെ ചെക്കിങ്ങും ടെസ്റ്റിംഗും. ഇവാപ്പറേറ്റർ ഫാൻ മോട്ടോർ കണ്ടുപിടിക്കുക.
സാധാരണ അത് ഫ്രീസർ കമ്പാർട്ട്മെന്റിൽ ഒരു പാനലിന്റെയോ കവറിന്റെയോ പുറകിലായിരിക്കും ഉണ്ടാവുക. ഫാൻ ബ്ലേഡിലും മോട്ടറിലും ഡാമേജിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാനും ഒബ്സഷനോ എക്സസീവായി ഡേർട്ട് അക്യുമുലേഷനോ ഉണ്ടോ എന്നറിയാനും വിഷ്വലി ഇൻസ്പെക്ഷൻ ചെയ്യുക. വോൺ ഔട്ട് വയറുകളോ ബേൺഡ് പാർട്ടുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജോ പോലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. സ്മൂത്ത് മൂവ്മെന്റ് ഉണ്ടോ എന്നറിയാൻ പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് കൈകൊണ്ട് ഫാൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ബ്ലേഡുകൾ ഒരു ഒബ്സ്ട്രക്ഷനോ റെസിസ്റ്റൻസോ ഇല്ലാതെ ഫ്രീ ആയി സ്പിൻ ചെയ്യണം. ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോട്ടറിന് എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടാകും. ഇവോപ്പറേഷൻ ഫാൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറുകൾ ഡിസ്കണക്ട് ചെയ്യുക. ക്ലാമ്പ് മീറ്റർ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സെറ്റിംഗിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് മോട്ടോർ വൈൻഡിങ്ങിന്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുക. ബൾബ് കത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂറ്റി തൃപ്തികരമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ടൈമറിലും ഇവോപ്പറേഷൻ ഫാനിലും വളരെ നേരിയ വൈൻഡിംഗ് വയർ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ലോ വോൾട്ടേജ് ബൾബ് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുക. മോട്ടോർ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുക. മോട്ടോർ റൺ ചെയ്തു നോക്കിയിട്ട് മോട്ടോർ ഷാഫ്റ്റ് സ്മൂത്തായി റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഫാൻ മോട്ടോർ പ്രോപ്പറായി പ്രവർത്തിക്കുന്നുണ്ട്. റീക്യാപ്പ്: ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെല്ലാം എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കി. ടൈമർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഡീഫ്രോസ്റ്റ് ഹീറ്റർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, PTC റിലേ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഓവർലോഡ് പ്രൊട്ടക്ടർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലെ ഇവോപ്പറേറ്റർ ഫാൻ മോട്ടോർ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. നിങ്ങൾക്കെല്ലാവർക്കും തെർമോസ്റ്റാറ്റുകൾ, ടൈമറുകൾ, ഡീഫ്രോസ്റ്റ് ഹീറ്ററുകൾ, ബൈമെറ്റൽ എയർ ലൂവറുകൾ തുടങ്ങിയ ഇലക്ട്രിക്കൽ ആക്സസറികളുടെയും മറ്റ് സിസ്റ്റം കോമ്പനന്റുകൾ എന്നിവയുടെയും ചെക്കിംഗ്, ഫോൾട്ട് ഫൈൻഡിംഗ് ടെസ്റ്റിംഗ് എന്നിവ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം.